ഹലോ ഗൈസ്, ഞായറാഴ്ച ഉച്ചക്കത്തേക്കുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും ഞാനൊരു ഹെയർ മാസ്കിൻ്റെ ഇത് കണ്ടു കേട്ടോ, റീൽ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ 3 സ്പൂണ് കുത്തരി ചോറാണ് എടുത്തത്. പിന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഈ കറ്റാർ വാഴ എടുത്തു, അതൊരു സ്പൂൺ ഇട്ടു. പിന്നെ നമ്മുടെ ഈ തൈര് നമ്മൾ മേടിച്ചതാണ്, അപ്പോൾ അത് 2 സ്പൂൺ ഇട്ടു. പിന്നെ വേണ്ടത് നമുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ 2 സ്പൂൺ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മിക്സിയിലിട്ട് അടിക്കുന്നതാണ്. അപ്പോഴത്തേക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ചോദിക്കേണ്ടത് എന്തെന്ന് ആക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരു ഹെയർ മാസ്ക് ആണ്, അപ്പോൾ നമുക്ക് അമ്മ അത് എനിക്ക് തേച്ച് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കാണ്ടാണ് കേട്ടോ നമ്മൾ പിന്നെ അടിച്ചെടുക്കുന്നത്. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അപ്പോൾ എൻ്റെ മുടിയുടെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെയാണ്. ഞാൻ ഓൾറെഡി കളർ ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 2 വർഷത്തോളമായി ചെയ്തിട്ട്. അപ്പോൾ കുറച്ചും കൂടെ അതിനകത്ത് ഇതുണ്ട്, കുറച്ചും കൂടെ കളർ ഉണ്ട് അതിനകത്ത്. അപ്പം ഞാനിത് അമ്മ എനിക്ക് തേച്ച് തരാണ് കേട്ടോ. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ഒരു ഇത് എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഹെൽത്തി ആണെന്നൊക്കെയാണ് പറയുന്നത്, നല്ല സ്മൂത്താവും അങ്ങനെയുള്ളൊരു ഇതൊക്കെയാണ് ഇത് പറയുന്നത് എന്നൊക്കെ. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ അധികം അങ്ങനെ ഹെയറിന് അങ്ങനെ ഒന്നും ചെയ്യാറില്ല. നോർമലി നമ്മൾ കാച്ചി എണ്ണയാണ് ഞാൻ തേക്കാറുള്ളത്. അത് തേക്കും, പിന്നെ ഷാമ്പൂ ഇട്ട് കുളിക്കും. കണ്ടീഷണർ ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പം അങ്ങനെ അധികം ഞാൻ പരീക്ഷണങ്ങളൊന്നും ഇങ്ങനെ ഓരോ ഹോം റെമഡീസോ അങ്ങനെയുള്ളതൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഇതിപ്പോൾ ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ കുറേ ആൾ നല്ല കമൻ്റൊക്കെ ഇട്ട് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 20 മിനിറ്റ്സ് വെച്ചിട്ട് ഞാനത് കുളിച്ചു കേട്ടോ. ഇത് ഞാൻ പിറ്റേന്നാണ് ഇത് കാണിച്ചു തരുന്നത്. ഇപ്പം അത് തേച്ച് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഹെയർ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞിട്ട് എൻ്റെ മുടി ഇങ്ങനെ പറ്റിയ പോലെയാണ് ഇരിക്കുന്നുണ്ടായത്. ഓൾറെഡി ഇത് എൻ്റെ മുടി അങ്ങനെ പറയുന്നതല്ല, ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. ഇപ്പം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ തേച്ചുകൊണ്ടോണോ എന്നറിയില്ല, നന്നായിട്ട് പറ്റി ഇരിക്കുന്നുണ്ട്. ഞാൻ ഷാമ്പു നന്നായിട്ട് യൂസ് ചെയ്തിട്ടാണ് കുളിച്ചത്, എന്നാലും അതിനകത്ത് ഓയിലിൻ്റെ അംശമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പോയി കുളിച്ചാലേ സെറ്റാവുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.